മരിച്ചോരെ മറക്കരുതേ, നമ്മിൽ നിന്നും വേർപിരിഞ്ഞോരെ മറക്കരുതേ, മരിച്ചോരെ മറക്കരുതേ, നമ്മിൽ നിന്നും വേർപിരിഞ്ഞോരെ മറക്കരുതേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മരിച്ചവരെ മറക്കരുത് എന്ന വിശുദ്ധ മറിയം ത്രേസ്യയുടെ വാക്കുകൾ ഈ കാലഘട്ടത്തിലും നമുക്ക് ഏറെ പ്രചോദനം നൽകുന്നതാണ്. ഈ ലോകത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ അമ്മയുടെ വാക്കുകൾ നമ്മെ പ്രചോദിപ്പിക്കുന്നതാണ്. വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജീവിതത്തിൽ ശുദ്ധീകരണ ആത്മാക്കൾ നേരിട്ട് വന്ന് അമ്മയോട് പ്രാർത്ഥന യാചിച്ചതായിട്ട് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് അവർ പോകുമ്പോൾ വിശുദ്ധ മറിയം ത്രേസ്യയുടെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുമായിരുന്നത്രേ, ത്രേസ്യേ, നിന്റെ പ്രാർത്ഥനയും ദാനധർമ്മങ്ങളും വിശുദ്ധ കുർബാന സമർപ്പണവുമെല്ലാം ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഇടയായി. നന്ദി പറഞ്ഞ് സ്വർഗത്തിലേക്ക് ആത്മാക്കൾ യാത്രയാകുമ്പോൾ വിശുദ്ധ മറിയം ത്രേസ്യയും ഹൃദയത്തിൽ ദൈവത്തോട് നന്ദി പറയുമായിരുന്നു. നമ്മൾ ലോകത്തിലേക്ക് പിറന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല, മരണത്തിലും ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന വിശുദ്ധ മറിയം ത്രേസ്യയുടെ വാക്കുകൾ ഈ കാലഘട്ടത്തിലും ഏറെ പ്രസക്തമാണ്. സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി നെട്ടോട്ടമോടുന്ന ഈ കാലഘട്ടത്തിൽ പലരും അതൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ. ഇതളു കൊഴിയുമൊരു പൂവ് പോ, ഈ ഭൂവിലെ വാസം തീർന്നു പോ, ഈശ്വരനെ തേടാതെ നീ നടന്നീടിൽ ഈ ജന്മം വെറുമൊരു പാഴു ജന്മം, ഈ ജന്മം വെറുമൊരു പാഴു ജന്മം. ആത്മാക്കളുടെ രക്ഷ മാത്രം മുൻനിർത്തിയാണ് വിശുദ്ധ മറിയം ത്രേസ്യയുടെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും. അത് കുടുംബ ശുശ്രൂഷയാകട്ടെ, വിദ്യാഭ്യാസ ശുശ്രൂഷയാകട്ടെ, അനാഥ സംരക്ഷണമാകട്ടെ, രോഗി പരിചരണമാകട്ടെ, എന്തുമായി കൊള്ളട്ടെ, മറിയം ത്രേസ്യാമ്മയ്ക്ക് ഒന്നു മാത്രമേ ആഗ്രഹമുള്ളൂ, ആത്മാക്കളുടെ രക്ഷ. ഈശ്വൽ കിടന്ന് പിടയുമ്പോഴും പ്രാണവേദനയാൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ യേശുവിൻ്റെ ദാഹം തീർക്കാനായിട്ട് വിശുദ്ധ മറിയം ത്രേസ്യ ആജീവനാന്തം നെട്ടോട്ടം ഓടുകയായിരുന്നു. മരണാസന്നരായ രോഗികളുടെ അടുക്കൽ വിശുദ്ധ മറിയം ത്രേസ്യ എപ്പോഴും ഉണ്ടായിരുന്നു. അവരുടെ കട്ടിലിൻ്റെ ചാരി നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക പതിവായിരുന്നു. ഒരു ദിവസം വിശുദ്ധ മറിയം ത്രേസ്യ മരണാസന്നരായ ഒരു രോഗിയുടെ അടുക്കിലേക്ക് ചെന്നപ്പോൾ ആ രോഗി ഞാൻ നശിച്ചു എന്ന് പറഞ്ഞ് മനസ്സ് തകർന്നു കഴിയുന്നതായിട്ട് മറിയം ത്രേസ്യാമ്മയ്ക്ക് മനസ്സിലായി. അപ്പോഴാണ് മറിയം ത്രേസ്യാമ്മ ആ കട്ടിലിൻ്റെ ചാരി മുട്ടുകുത്തി നിന്ന് കൈവിരിച്ച് ദീർഘനേരം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചത്. അത്ഭുതമെന്ന് പറയട്ടെ, ആ രോഗി മനസ്താപത്തോടെ എനിക്കൊന്ന് കുമ്പസാരിക്കണമെന്ന് പറയുകയുണ്ടായി. അങ്ങനെ നല്ലൊരു കുമ്പസാരം കഴിച്ച് സ്വർഗത്തിലേക്ക് യാത്രയായുക ആ ഓർമ്മ ഇപ്പോഴും ഈ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, സ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ മരിച്ച മക്കൾക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കാറില്ല. അവർക്ക് പണം ആവശ്യമില്ലെന്ന് കരുതിയാണ് നാം മാറ്റിവെക്കാത്തത്. എന്നാൽ അവർക്ക് വേണ്ടി ഒരു കുർബാന ചെല്ലിപ്പിക്കാൻ, അവർക്ക് വേണ്ടി ഒരു ഒപ്പീസ് ചെല്ലിപ്പിക്കാൻ, ഒരു സൽക്കർമ്മങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ഈ പണം മാറ്റിവെച്ചുകൂടെ? പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓർക്കാം ആരോരുമില്ലാത്ത ആത്മാക്കളെ. നമ്മുടെ പ്രാർത്ഥനാ സഹായം ആഗ്രഹിച്ചു കഴിയുന്നവരാണ് ശുദ്ധീകരണത്തിലായിരിക്കുന്ന ഓരോ ആത്മാക്കളും. പ്രിയപ്പെട്ടവരെ, നമുക്ക് അത് മറക്കാതിരിക്കാം. വിശുദ്ധ മറിയം ത്രേസ്യയുടെ വാക്കുകൾ
ഓർക്കാം മരിച്ചവരെ മറക്കരുതേ എന്ന്. സ്വർഗരാജ്ഞി പരിശുദ്ധ മാതാവേ, ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ കനിവുണ്ടാകണമേ. ആമേൻ.